അല്ല, ഇത് ഈ ക്യാപ്ചർ മയോപ്പതി ആണ് എന്ന് ഈ കള്ളന്മാർ തന്നെയാ പറയണത്. ഈ ഇന്ത്യയിൽ, കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വനം വകുപ്പ് എന്ന് പറയുന്നത് കേരള വനം വകുപ്പാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഓരോ ജീവിയും കൊണ്ടു തീർക്കുക എന്നുള്ള രീതിയിലാണ് അവരുടെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓരോ ജീവിയെ, പുലിയായാലും കഴുതയായാലും ആനയായാലും ഇതിനെയൊക്കെ കൊന്നു തീർക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതിനു വേണ്ടിയിട്ടാണ് ഈ വനം വകുപ്പ് എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഈ മാനുകൾ 10 ചത്തേക്കുന്നത് അവിടെ CCTV ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. അതായത് ഈ തെരുവ് നായകളുടെ തലയിലേക്ക് എല്ലാ കഥകളും കൊണ്ടുവന്ന് ഇടുന്ന ഒരു പ്രവണത ഇന്ന് കേരളത്തിൽ മുഴുവനായിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ, ബസ് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചാൽ ഇതൊക്കെ തെരുവ് നായയുടെ തലയിലേക്ക് എത്തും. ഇതിനകത്ത് ഏതെങ്കിലും CCTV ദൃശ്യം ഈ തെരുവ് നായകളുമായി ബന്ധപ്പെട്ട് അവിടെ കയറി എന്നുള്ളത് ഏതെങ്കിലും ഒരു ദൃശ്യം അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെ കയ്യിൽ ഉണ്ടാവും. യഥാർത്ഥത്തിൽ അവിടെ തെരുവ് നായ വന്നിട്ടില്ല. ഈ തെരുവ് നായയുടെ കഥ ഇവർ ചമച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ CCTV ഫുട്ടേജ് പുറത്തേക്ക് കൊടുത്ത് ഇതിനകത്തേക്ക് ഈ എൻക്ലോഷറിലേക്ക്, ഈ മാനിന്റെ എൻക്ലോഷറിലേക്ക് തെരുവ് നായക്ക് കടക്കാനായിട്ട് ഗ്യാപ്പിടുന്ന അതേ ഗ്യാപ്പികളെ ഈ മാനുകൾക്കും പുറത്തേക്ക് ഇറങ്ങാം. ഈ മാൻ എന്ന് പറയുന്ന ജീവിക്ക് വലിയ കൊമ്പൊക്കെ ഉള്ളത് അത് അതിന്റെ ഡിഫൻസീവ് മെക്കാനിസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഇവര് നിന്നു കൊടുക്കില്ല. ഒരു തെരുവ് നായ വന്നു കഴിഞ്ഞാൽ അവർ ആ കൊമ്പിന് കുത്തി കഴിഞ്ഞാൽ തെരുവ് നായ ആ നിമിഷം ചത്തു പോകും. പള്ള ഇങ്ങനെ വശത്തേക്ക് വരും, കൊമ്പ് ഇപ്പൊ ഇങ്ങനെ വശത്തേക്കാ വരിക. അല്ലാതെ അവര് പേടിച്ച് ചാകുന്നത് സാധാരണ ഇങ്ങനെയുള്ള ഈ ക്യാപ്ചർ മയോപ്പതിയൊക്കെ വരുന്നത് പക്ഷികളിലാണ്. ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളൊക്കെ അതിനിടയ്ക്ക് കാരണം അത് ദുർബലമായിട്ട് ഒന്നും ഇമ്മ്യൂണിറ്റി ഇല്ല, അവർക്ക് പറക്കാനുള്ള ഇമ്മ്യൂണിറ്റി പോലും ഇല്ലാത്ത ഒരു ജീവിയാണ് ഇവിടെ ഈ ഇറച്ചിക്കോഴികളായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു തെരുവുനായ വന്നു കയറി കഴിഞ്ഞാൽ 1000-ഓളം 2000 എത്ര ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് പേടിച്ച് ചാവും. പക്ഷെ മാനുകൾ അങ്ങനെയല്ല. മാനുകൾ അങ്ങനെയാണ്. അങ്ങനെ ഒരു അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ സൈക്കോളജിക്കൽ സ്ട്രക്ചർ ആ രീതിയിലായിരുന്നുവെങ്കിൽ ഒരു കടുവയെ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ കുഴഞ്ഞു വീണ് ചത്തേനെ. ഈ കാട്ടിനകത്തൊക്കെ ഇഷ്ടമാതിരി മാനുകളില്ല, അത് ഹണ്ട് ചെയ്യുന്നില്ല, അത് എസ്കേപ്പ് ചെയ്യുന്നില്ല. എന്റെ അടുത്തൊന്നും ഈ ക്യാപ്ചർ മയോപ്പതി വരുന്നില്ല. അത് ജീവനോട് കൂടിയിട്ടാണ് ഈ കടുവകളും പുലികളൊക്കെ ഹണ്ട് ചെയ്യാറ്. അത് ഒരു സൈക്കോളജി, അതായത് ഈ മാനുകൾക്കൊരു സൈക്കോളജി ഉണ്ട്. അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള ഒരു സൈക്കോളജി തന്നെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അത് ഏതെങ്കിലും ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് ഡിഫൻസ്, അതിനാണ് അതിന് പ്രകൃതി ഒരു വലിയ കൊമ്പ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാനിനെ അങ്ങനെ ചെല്ല, ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഒരു തെരുവുനായേക്കാളും കൂടുതൽ വലിപ്പമുള്ളൊരു ജീവിയാണ്. നിങ്ങൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൻ ആദ്യം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആ കൊമ്പിന് തിരിച്ച് കുത്തുകയും ചെയ്യണം. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അരുൺ സക്രിയ ഒരു കഥയും കൊണ്ട് പറയുന്നത്, അരുൺ സക്രിയക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇതേമാതിരി കഥ പടച്ചുവിടാനായിട്ടാണ്. ഇവർക്ക് വല്ല ഹോളിവുഡിലും സിനിമയ്ക്ക് കഥ എഴുതുന്നവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ഭേദം. ഇങ്ങനെ പല കഥകളും പുള്ളി പടച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. പണ്ട് കഴിഞ്ഞ വർഷം അതിരപ്പള്ളിയിലെ ഒരു ആനയുടെ നെറ്റിത്ത് വെടിയുണ്ട നിറച്ചു. അത് 2 ആനകൾ കൊമ്പ് കുത്തിയതാണ് എന്ന്, ആനയുടെ കൊമ്പിന് 1 സെന്റിമീറ്റർ അല്ലെന്ന് വലിപ്പമുള്ളൂ. ഇത് പറയാൻ പോലും ഒരു ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ ആളാണ് ഈ അരുൺ സക്രിയ. 2 ആനകൾ കൊമ്പ് കുത്തിയിട്ടാണ് 1 സെന്റിമീറ്റർ നീളത്തിൽ ഏകദേശം 16 ഇഞ്ച് ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. ആ ആന വീണ്ടും മയക്കുപിടി വെച്ച് പിടിക്കാൻ നേരത്ത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ആ മറ്റേ ബുള്ളറ്റ് കൊമ്പിനെ പിടിക്കാൻ താങ്ങി നിർത്താൻ ചെന്നപ്പോൾ തള്ളിയിട്ടതാണ് എന്ന് പറഞ്ഞവരാണ് ഈ അരുൺ സക്രിയ. ഈ അരുൺ സക്രിയ തന്നെയാണ് ആ ആനയ്ക്ക് വലിയ ഒരു 6 ഇഞ്ച് വലിപ്പത്തിലുള്ള വലിയ തൊളയായിരുന്നു ആ മുറിവ്. അത് 2 ദിവസത്തിനകം 30 ദിവസത്തിനകം ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിനകം ആ ആന മരിക്കുകയാണ് ചെയ്തത്. അതായത് ഇദ്ദേഹത്തിന് ഈ അനിമൽ സൈക്കോളജി എന്ന് പറയുന്ന കാര്യത്തിൽ ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ്. ഒരു വട്ടപൂജമാണ് ഇദ്ദേഹം ഇതിന്റെയൊക്കെ കാര്യത്തിൽ. ഇങ്ങനെ ഈ കഥ ഉണ്ടാക്കാനാണ് ഇദ്ദേഹത്തിന് അറിയാവുന്നത്. എനിക്കറിയാം ഇദ്ദേഹത്തിന്റെ എല്ലാ ചരിത്രവും എനിക്കറിയാവുന്നതാണ്. ഇദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് മൈക്കൂടി വെക്കാനാണ്. ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം, അതായത് ഈ കുറ്റം ചെയ്തവർ ഈ 10 മാനുകൾ എങ്ങനെ തത്തു എന്ന് ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവര് തന്നെ കൊന്നിട്ടുള്ളതായിരിക്കും. കാരണം ഇതിനകത്ത് സാഡിസ്റ്റുകളായിട്ട് കുറെ അധികം ആളുകളുണ്ട്. വനം വകുപ്പിന് ഈ വന്യജീവികളെ കൊല്ലുക എന്നുള്ളത് ഇവർക്കുടെ ഒരു കാര്യം കൂടെ, ഇപ്പോ ഈ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ പെട്ടെന്ന് രൂപീകരിച്ച് കിഫ്ബി ഫണ്ടിലൂടെ പണമെടുത്ത് ചിലവഴിച്ച് ഉണ്ടാക്കിയ ഒരു പാർക്കാണിത്. അതിന്റെ അടിസ്ഥാന സൗകര്യം പോലും ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടി മാത്രം കുറേയധികം വന്യജീവികളെ അവിടേക്ക് തള്ളിവിടുന്നു. ഇനിയും എത്രയോ അധികം 44 ഇനം ജീവികളാണ് അവിടെ ഉള്ളത്. ഇനിയും പുറത്തുനിന്ന് കുറച്ചെണ്ണം കൂടെ അധികമായി കൊണ്ടുവരാനുള്ള പ്ലാൻ കൂടി ഇവർക്കുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന
നടത്തേണ്ടതും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. തെരുവു നായ്ക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ നാളെ അവിടെയുള്ള വന്യമൃഗങ്ങൾ പോലും പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു സുവോളജിക്കൽ പാർക്ക് ഉണ്ടാക്കുക എന്നതിനേക്കാൾ കൂടുതൽ കോടികൾ അടിച്ചു മാറ്റുക എന്നുള്ള ഒരു പ്രൊപ്പഗാൻഡ ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രം, ആനകളുടെ ആശുപത്രി, എലിഫന്റ് ഹോസ്പിറ്റൽ ഈ കേരളത്തിലാണ്. നിങ്ങൾക്കറിയാമോ, അത് കോട്ടൂരാണ്, നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. കോട്ടൂരിലാണ് 105 കോടി രൂപ ചെലവ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ എലിഫന്റ് ഹോസ്പിറ്റൽ പണിതിരിക്കുന്നത്. ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആനയെ അവിടെ ചികിത്സിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 105 കോടി രൂപ ഇവരൊക്കെ എങ്ങനെ കൂടിയിട്ട് അത് കിഫ്ബി പ്രൊജക്ട് തന്നെ വീതിച്ചെടുക്കുക ചെയ്തത്. അത് പറയാൻ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ നിൽക്കുന്നുണ്ട്? എന്നാൽ രേഖകളിൽ അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. 105 കോടി രൂപ ചെലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആന ഹോസ്പിറ്റൽ പണിതിട്ടുണ്ട്. അവിടെ 2 ആംബുലൻസ് ഒക്കെ ഉണ്ടെന്നാണ് കാശ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ടോ ഏതെങ്കിലും ഒരു ജീവിയെ അങ്ങോട്ട് ചികിത്സയ്ക്ക് ഏതെങ്കിലും ആനയെ കൊണ്ടുപോയതായിട്ടോ ചരിത്രമില്ല. അപ്പൊ ഈ പറയുന്നത് സുവോളജിക്കൽ പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഈ 340 കോടി അടിച്ചു മാറ്റുക എന്ന ഇതിന്റെയൊക്കെ മറവിൽ അടിച്ചു മാറ്റുക എന്നുള്ള പദ്ധതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കാനോ അതിന്റെ കൺസർവേഷൻ മെക്കാനിസം ഇപ്പൊ ഇവിടെ അതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള കൺസർവേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഗുജറാത്ത് ജാംനഗറിൽ ആനന്ദ് അംബാനിയുടെ വനധാര എന്ന് പറയുന്ന ആ സ്ഥലം, അത് സുവോളജിക്കൽ പാർക്കാണ്. അവിടെ എത്രയോ ജീവികളെ അവർ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്നു. അവിടെയൊക്കെ പോയി പഠിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ ഇവിടെ കൊണ്ടുപോയി വന്ന് അതിന്റെ യഥാർത്ഥത്തിലുള്ള രീതിയിൽ അത് നടപ്പാക്കുകയൊക്കെയാണ് വേണ്ടത്. അതിന് പകരം അടിച്ചു മാറ്റുക എന്നുള്ള സിദ്ധാന്തത്തിലാണ് ഇവർ നിന്നത്. അവിടെ ഇനി ജീവികൾ ഇപ്പൊ കഴിഞ്ഞ മാസം തൃശ്ശൂർ തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു കുരങ്ങ് മരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല. ഇവർ തന്നെ കുറ്റം ചെയ്യും, എന്നിട്ട് ഇവർ തന്നെ അന്വേഷണം പറ്റില്ല. ഈ കുറ്റം ചെയ്തവർ തന്നെയാണ് അന്വേഷണത്തിന് പോകുന്നത്. ഈ കുറ്റം ചെയ്തവർ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും, കുറ്റം ചെയ്തവർ തന്നെ കുറ്റവാളികളെ മുഴുവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അത് ഈ വനം വകുപ്പിന്റെ സ്ഥിരം ആയിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.